എനിക്കാവില്ല അമ്മി, നീ ഇല്ലാതെ. പക്ഷെ ഈ സമൂഹം നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ രജി? ഇന്നലെ മുതൽ ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ നീ ഇല്ലാത്തൊരു ലോകം, അതെത്ര ചിന്തിച്ചിട്ടും എനിക്കാവുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ. നിങ്ങളെ മറന്നുകൊണ്ട് ഒരു ജീവിതം എനിക്കും ഉണ്ടാവില്ല, അത് ഉറപ്പാ. ഇങ്ങനെ പിരിയാൻ വേണ്ടിയാണോ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടത്? എങ്കിലും ഇങ്ങനൊരു കൂടിക്കാഴ്ച രജിയുടെ തീരുമാനമായിരുന്നല്ലോ. അതെ, അതൊക്കെ ശരിയാ. നമ്മുടെ രണ്ട് വീട്ടുകാരും നമ്മളോടൊപ്പം നിൽക്കും. പക്ഷേ ഈ സമൂഹം അതിനും അപ്പുറമായിരുന്നല്ലേ ആമി നമ്മളെ കണ്ട ആ ലോകം. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെ കൈത്തണ്ടയിൽ കൊത്തിവെച്ചത് ഇന്ന് നാം ആഗ്രഹിക്കുന്ന അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകമല്ലേ? പുറമേക്ക് കാണാൻ ഈ സമൂഹം നമ്മുടെ കൂടെയാണെങ്കിലും അകമേ അങ്ങനെയല്ല, അല്ലേ രജി? നമ്മളെ കണ്ട സ്വപ്നത്തിന്റെ പേരിൽ ഈ സമൂഹം തമ്മിലടിച്ച് ചാവാതിരിക്കാൻ രജി ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഇവിടെ ബലി കഴിക്കാം. മോളെ, ഒടുവിൽ നിങ്ങൾ പിരിയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഈ സമൂഹത്തെ ഭയന്ന്. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടോന്നറിയില്ല. ഒരിക്കൽ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാനും ഇതേപോലൊരു തീരുമാനം എടുത്തവളാ. എന്നിട്ടെന്താ, ഈ സമൂഹം മാറിയോ? എന്നെപ്പോലെ ഒരുപാട് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ടു എന്നല്ലാതെ. നിങ്ങൾ രണ്ടാണെന്നുള്ള തോന്നലല്ലേ ഈ സമൂഹത്തെ ഭയക്കാൻ കാരണം? എന്തിന്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് പരസ്പരം ഇഷ്ടപ്പെട്ടത്? എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും എൻ്റെ ഇല്ലായ്മകളിൽ കൂടെ നിൽക്കാനുമുള്ള ഇവളുടെ നല്ല മനസ്സ്. എങ്കിൽ എന്നെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കിടയിൽ ജാതിയോ മതമോ സംസ്കാരമോ തടസ്സമായി വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം? മോളെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ കാരണം മോളെ മനസ്സിലാക്കാനുള്ള കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞു. ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും നന്മ തിന്മകൾ. അവർ വളരുന്ന ചുറ്റുപാടുകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണത്. അതിലെ നന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത്. അവനവന്റെ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. മക്കളെ, എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈ സമൂഹത്തെ ഭയന്ന് എൻ്റെ പ്രണയവും സ്വപ്നങ്ങളും ഞാൻ ബലികഴിച്ചതാണ്. അതുകൊണ്ട് വരുന്നത് വരട്ടെ. നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. മാധവിക്കുട്ടി പറഞ്ഞതുപോലെ ചരിത്രം രാജാക്കന്മാരുടെയും യുദ്ധം ചെയ്യുന്നവരുടെയും മാത്രം കഥയല്ല, പ്രണയിക്കുന്നവരുടെയും കൂടി കഥയാ. ഒടുവിൽ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു പുതിയ സമൂഹം നിങ്ങളെ തേടി വരും.